ഹലോ ഫ്രണ്ട്സ്, അച്ചി കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് ചോറ്, കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി, ഒരു നുള്ളു ചെറുജീരകം, ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കണേ. കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ കുറുകിയിരിക്കുന്ന രീതിയിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് ശർക്കര പാനിയാക്കാവേ. ശർക്കര പാനിയാക്കി അത് എന്നിട്ട് ചെറു ചൂടോടെ തന്നെ ആ മാവിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണേ. ഇത് അരിച്ച് ഒഴിച്ചു കൊടുക്കുക. കല്ലൊക്കെ കാണുകയല്ലേ ചിലപ്പോൾ. നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര തന്നെ എടുക്കണേ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒരു നുള്ളുപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി വെക്കണേ. ഒരു ശകലം 1/4 സ്പൂൺ ഏലക്ക പൊടിച്ചതും ഇട്ട് ഇളക്കി വെക്കണം. ഒരു ചീനച്ചട്ടി കുറച്ച് എണ്ണ ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തി അരിഞ്ഞതും കൂടിയിട്ട് ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുക്കണേ. ചെറുതായിട്ട്, ഒരുപാട് വറുത്തൊന്നും കോരണ്ട, ചെറുതായിട്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാനേ. നെയ്യോ എണ്ണയിലോ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതിനകത്ത് വറുത്ത് കോരി മാറ്റി ഇത്രയും വറുത്താൽ മതിയേ. ഇതിന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണേ. കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് മൂടി വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കണേ. അങ്ങനെ നമ്മുടെ അടിപൊളി കലത്തപ്പം റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കണ്ടോ, അടിപൊളി കലത്തപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പലഹാരമാണ്.